ഹായ് ഓൾ, നമസ്കാരം. നമ്മൾ ഇന്ന് പുതിയൊരു മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള 3 മെത്തേഡ്സ് ആണ്. ഒന്ന് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് എങ്ങനെയാണ് ഒരു PDE സോൾവ് ചെയ്യുക എന്നുള്ളതിന്റെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ലഗ്രാഞ്ചേസ് ലീനിയർ PDE ആണ്. മൾട്ടിപ്ലയർ മെത്തേഡും ഉണ്ട്, ഗ്രൂപ്പിംഗ് മെത്തേഡും ഉണ്ട്. ലഗ്രാഞ്ചേസ് ലീനിയർ PDE. മൂന്നാമത് നമ്മൾ പഠിച്ചത് ചാർപിറ്റ്സ് മെത്തേഡാണ്. ചാർപിറ്റ്സ് മെത്തേഡ് കുറച്ച് ടഫാണ്. ഞാൻ എല്ലാവരോടും അത് പറയാറില്ല, പക്ഷെ പഠിക്കാൻ പറ്റണ പ്രോബ്ലംസ് പഠിക്കാം. ഓക്കെ, അതിലെ സ്പെഷ്യൽ ടൈപ്പ്, ഓരോ ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറെ പ്രോബ്ലംസ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ചാർപിറ്റ്സ് മെത്തേഡ്. നാലാമത് നമ്മൾ പഠിക്കുന്നതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. ഇതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. ഈ 4 മെത്തേഡ്സ് ആണ് നമുക്ക് സൊല്യൂഷൻ ഓഫ് PDE വരുന്നത്. സൊല്യൂഷൻ ഓഫ് PDE. അപ്പൊ എപ്പോഴും പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഓരോ മെത്തേഡായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. കുറെ പ്രോബ്ലം പഠിക്കാതെ ഡയറക്റ്റ് ഇന്റഗ്രേഷനിലെ പ്രോബ്ലംസ് സെലക്ട് ചെയ്യുക, അത് പഠിക്കുക. ലഗ്രാഞ്ചേസ് ലീനിയർ PDE സെലക്ട് ചെയ്യുക, അത് പഠിക്കുക. ചാർപിറ്റ്സ് മെത്തേഡിലെ പ്രോബ്ലംസ് സെലക്ട് ചെയ്യുക, അത് പഠിക്കുക. അങ്ങനെ പഠിക്കണം. ഓക്കെ, ഇന്ന് നമുക്ക് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിലെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഇതോടെ മോഡ്യൂൾ 1 അവസാനിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ മോഡ്യൂൾ 2 ആണ്. അപ്പോ method of separation of variables. Method of separation of variables. Method of separation of variables. Okay. ഇപ്പൊ നമ്മൾ ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ എടുത്തു വിചാരിക്കും. Z is equal to f of x y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തു. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പൊ x of x into y of y എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഇപ്പോ z equal to e raised to x plus y ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ e raised to x into e raised to y എന്ന് സെപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ z is equal to x square into sin y എന്നാണെങ്കിൽ ഇതൊരു x മാത്രമുള്ള ഒരു ഫംഗ്ഷൻ സൈൻ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആക്കാം. പക്ഷെ ഇങ്ങനെയാണെങ്കിലോ സൈൻ ഓഫ് എക്സ് വൈ എന്നാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ് മാത്രമുള്ള ഫംഗ്ഷൻ വൈ മാത്രമുള്ള ഫംഗ്ഷൻ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മെത്തേഡിൽ പഠിക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു എന്താണ്, നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ഇസഡ് ആണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണ രീതിയിലാണ്, അതായത് ഇങ്ങനെയുള്ള ഫോമിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ഐഡിയ ഇതാണ്. ഒരു ഫംഗ്ഷൻ 2 വേരിയബിൾ ഫംഗ്ഷൻ എടുത്താൽ അതിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആക്കിയിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ള അസംഷനിലാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിളിന്റെ ആദ്യത്തെ കാര്യം, the basic assumption in this method is that z ന് പറയാൻ u എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ u can be expressed as u of x1 x2 etc xn. ഇവിടെ എക്സും വൈക്കും പകരം ഞാൻ n വേരിയബിൾസ് എടുത്തു, x1 x2 etc xn. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം, x of x1 of x1 into x2 of x2 etc xn of xn. ഓക്കെ, യുവിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള അസംഷനിൽ നിന്നാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും എല്ലാ ഫംഗ്ഷൻസുകളെയും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് സൈൻ എക്സ് വൈ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സൊല്യൂഷൻ ഈ ടൈപ്പ് ആയിരിക്കും എന്നുള്ളൊരു അസംഷൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ പ്രോബ്ലം ചെയ്യാനാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം ചെയ്യാണ്. സോൾവ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ടൈപ്പ് പ്രോബ്ലംസ് ആണ്. സോൾവ് ഡോ യു ബൈ ഡോ എക്സ് minus 2 into dou u by dou y minus u equal to 0. Dou u by dou x minus 2 into dou u by dou y equal to 0.
u of x comma 0 equal to 6 into e raised to minus 3x using question ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക using method of separation of variables. Method of separation of variables. Using method of separation of variables. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന PDE ഇതാണ്. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് u of x, 0 എന്താണ് 6 into e raised to minus 3x. അപ്പോൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസിൽ ഏത് പ്രോബ്ലം എടുത്താലും നമുക്ക് ഒരു PDയും തരും, ഒരു കണ്ടീഷനും തരും. PDയും തരും, ഒരു കണ്ടീഷൻ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും നോക്കാം. ഇവിടെ നമുക്ക് വേരിയബിൾസ് എക്സും വൈയും ആണ്. യു ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. യു ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. എക്സും വൈയും ആണ് എന്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ യൂസിങ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ സൊല്യൂഷൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. assume u of x comma y equal to x of x into y of y. assume u of x comma y equal to ഇത് എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെയാണ്. u of x comma y equal to x of x into y of y. അതായത് എക്സിന്റെ ഒരു ഫംഗ്ഷൻ വൈയുടെ ഒരു ഫംഗ്ഷൻ, അത് രണ്ടിനെയും പ്രൊഡക്റ്റ് ആണ് യു എന്ന് അസ്യൂം ചെയ്യാം. assume u of x comma y equal to x of x into y of y. ഇനി നമ്മൾ ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. ഡോ യു ബൈ ഡോ എക്സ് എന്താ വരിക? ഡോ യു ബൈ ഡോ എക്സ് is equal to y into x dash of x. y into x dash of x. അല്ലെ, ഡോ യുവിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ വൈയുടെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആക്കി നിർത്തുക. എക്സിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ x dash of x. ഡോ യു ബൈ ഡോ വൈ എന്താ വരിക? ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു x of x into y dash of y. അല്ലെങ്കിൽ x into y dash of y എങ്ങനെ എഴുതാം? ഓക്കെ, x into y dash of y. ഓക്കെ, ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? y into x dash of x minus 2 into x of x into y dash of y minus u equal to 0. ഇതാണ് നമ്മുടെ PDE. ഓക്കെ, ഓക്കെ, that implies y into x dash of x. ഓക്കെ, യുവിന് സ്ഥാനത്ത് x of x into y of y എന്നും കൂടെ കൊടുക്കാം. യു എന്ന് പറഞ്ഞാൽ എന്താ? u of x y equal to x of x into y of y ആണല്ലോ. അപ്പൊ ഞാൻ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇവിടെ. x of x into y of y. ഓക്കെ, അപ്പൊ y into x dash of x ഈക്വൽ ടു ഇതിനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ x of x into y of y plus 2 into x of x into y dash of y. Okay, so that implies y into x dash of x equal to x of x common ആണ്. അപ്പൊ x into y plus 2y dash of y. Okay, so this implies x dash of x by x equal to y plus 2y dash by y. y plus 2y dash by y. ഓക്കെ, അപ്പൊ ഇത് സെപ്പറേറ്റ് ചെയ്തു. ഇത് എക്സ് മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ഇത് വൈ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് സൈഡും എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ
x dx equal to integral y plus 2y dash by y dy. Y plus 2y dash by dy. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടെ ഈസി. ഇത് ഈക്വൽ ടു രണ്ടും ഈക്വൽ ആണ്, ഇത് രണ്ടും സം കെയോട് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യാപിറ്റൽ എക്സ്, ഓക്കെ, ഈക്വൽ ടു കെ, ആൻഡ് y dash of y plus 2y dash by y equal to k. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്, ആ ഈക്വൽ ആയിട്ടുള്ള സാധനം k ആണെന്ന് വിചാരിക്കാം. ഈ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലായത് എന്താ, എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ എക്സും y പ്ലസ് 2y ഡാഷ് ബൈ വൈയും ഈക്വൽ ആണ്, ആ ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ഏതാണ്, k ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എക്സ് എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു k integral k dx and integral y plus 2y dash by y dy equal to k integral k dy. Integral k dy. ഓക്കെ, ഇത് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവ് മുകളിൽ, ഒരു ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവ് മുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ ദിസ് ഈസ് ലോഗ് എക്സ്, ലോഗ് ഓഫ് എക്സ്, ലോഗ് എക്സ് അല്ലെ. ഇപ്പൊ നമ്മൾ ഇന്റഗ്രൽ 2x ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക, എക്സ് സ്ക്വയറിന് യു കൊടുക്കുക, അപ്പോൾ ഡി യു വരും, അപ്പൊ ഇന്റഗ്രൽ ഡി യു ബൈ യു വരും, അപ്പൊ ലോഗ് യു വരും അല്ലെ, അപ്പോ ലോഗ് ഓഫ് എക്സ് സ്ക്വയർ വരും സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. അതേപോലെ എക്സ് അതിന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇത് ലോഗ് എക്സ് ഈക്വൽ ടു കെ എക്സ്, ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ലോഗ് സി വൺ വിളിക്കും. ഇവിടെ ലോഗ് ആണെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്തായിട്ട് എടുക്കും, ലോഗ് ആയിട്ട് എടുക്കും. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ഇന്റഗ്രൽ വൈ ബൈ വൈ വരും, ഇന്റഗ്രൽ വൈ ബൈ വൈ പ്ലസ് 2y ഡാഷ് ബൈ വൈ ഡി വൈ ഈക്വൽ ടു കെ വൈ പ്ലസ് ലോഗ് സി ടു. ഓക്കെ, അപ്പൊ ലോഗ് എക്സ് മൈനസ് log x minus log c1 equal to kx and integral 1 dy, integral 1 dy, y by y എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പൊ integral 1 dy എന്ന് പറഞ്ഞാൽ y വരും, y plus 2 log y, 2 log y അല്ലെ, ഇവിടെ 2 പുറത്തേക്ക് എടുക്കുക, അപ്പൊ integral y dash by y എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെയാണ്, x dash by x വന്നപ്പോൾ log x ആയ പോലെ y dash by y വരുമ്പോൾ log y വരും, അപ്പോൾ y plus log y equal to ky plus log c2, ky plus log c2. ഓക്കെ, ഓക്കെ, അപ്പൊ log y എന്ത് വരും, log y, ഓക്കെ, log x log of x by c1 equal to kx, okay, and log y minus log c2 equal to ഇവിടെ ഈ y ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ 2 താഴേക്ക് കൊണ്ടുവന്നു, അപ്പൊ എന്ത് വരും, ky മൈനസ് y ഡിവൈഡഡ് ബൈ 2 divided by 2. ഇത് സംഭവം സിമ്പിൾ ആണ്, ഇന്റഗ്രേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ലോഗ് ഓഫ്, എന്നിട്ട് രണ്ട് ഭാഗത്തും ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ ഓൺ ബോത്ത് സൈഡ്സ്, അപ്പൊ ഇ റൈസ് ടു ലോഗ് ഓഫ് എക്സ് ബൈ സി വൺ ഈക്വൽ ടു ഇ റൈസ് ടു കെ എക്സ്, and
ഇതിനെ നമുക്ക് വേണമെങ്കിൽ log of y by c2 equal to k minus 1 by 2 into y കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, okay, so that is e raised to log of x by c1 is x by c1 equal to e raised to kx, and ഇവിടെ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ e raised to log y by c2 equal to e raised to k minus 1 by 2 y. അപ്പൊ x is equal to എന്ത് വരും, c1 e raised to kx and ഇത് y equal to c2 e raised to k minus 1 by 2 y. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ ഈസ് u of xy equal to എന്താണ്? u of xy equal to x of x into y of y ആണ്. x of x ഇവിടെ കണ്ടുപിടിച്ചു, എന്താണ്? c1 e raised to kx. y of y എന്താണ്? c2 e raised to k minus 1 by 2 y. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സൊല്യൂഷൻ u of xy equal to c1 e raised to kx into c2 e raised to k minus 1 by 2 y. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. ഇനീഷ്യൽ കണ്ടീഷനിൽ എക്സിന് എക്സും വൈക്ക് 0 കൊടുക്കണം. അപ്പൊ നമുക്ക് c1 കിട്ടും. ഓക്കെ, applying initial condition u of x0 equal to c1 e raised to kx into c2. ഇവിടെ k ക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? k ക്ക് 0 കൊടുക്കുമ്പോൾ e raised to minus y, c2 e raised to minus y by 2, c2 e raised to minus y by 2, c2 e raised to minus y. ഇത് എന്താണ്? ഇത് 6 e raised to minus 3x ആണ്. 6 e raised to minus 3x. ഓക്കെ, ഓക്കെ, കേക്കല്ല വൈക്കാണ് 0 കൊടുക്കുന്നത്, അതാണ് തെറ്റിയത്. ഓക്കെ, വൈക്കാണ് 0 കൊടുക്കേണ്ടത്. വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇത് c2 എന്നാവും. അപ്പൊ ഇതിനെ c1 into c2 c എന്ന് എഴുതാം, രണ്ട് കോൺസ്റ്റൻസ്. അപ്പൊ c e raised to kx. ഇതെന്ന് പറഞ്ഞാൽ 6 e raised to minus 3x ആണ് given. u of x 0 ഇതാണ് തന്നിട്ടുണ്ട്. അപ്പൊ it implies c equal to 6, k equal to minus 3. So answer is u of x by equal to 6 e raised to minus 3x into e raised to c1 into c2 ആണ് 6. അപ്പൊ c2 വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. k ക്ക് minus 3 കൊടുക്കുക. k ക്ക് 3 minus 2 കൊടുക്കുമ്പോൾ minus 2y ആവും. So that is the solution. ഇതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അതായത് u x of x into y of y ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് യു എക്സും യു വൈയും കാണുക. അത് തന്നിരിക്കുന്ന പി ഡിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എക്സിന്റെ ഇക്വേഷനും വൈയുടെ ഇക്വേഷനും സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കുക. എക്സും വൈയും കണ്ടുപിടിച്ച ശേഷം അത് തിരിച്ച് ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് സൊല്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് ദ മെത്തേഡ്. ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ്. ചാപ്ലിറ്റ്സ് മെത്തേഡിനേക്കാളൊക്കെ വളരെ ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഐഡിയ മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? യു ഓഫ് എക്സ് കോമ വൈനെ എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ ഫോമിലേക്ക് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? യു എക്സും യു വൈയും കണ്ടുപിടിക്കണം. എന്നിട്ട് അത് തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് യു എക്സിന്റെ ടേംസ് ഒക്കെ ഒന്നിച്ചാക്കണം, വൈയുടെ ടേംസ് ഒക്കെ ഒന്നിച്ചാക്കണം. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എക്സും കിട്ടും വൈയും കിട്ടും. അതിനുശേഷം അത് തിരിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഓഫ് എക്സ് വൈ കിട്ടും.
പിന്നെ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് കോൺസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇനീഷ്യൽ കണ്ടീഷൻ എപ്പോഴും കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ കോൺസ്റ്റൻസ് കെയും C1 C2 ആണ്. അപ്പൊ C1 C2 നമ്മൾ സി എന്ന് വിളിച്ചാണ്. അപ്പൊ സി കോൺസ്റ്റന്റ് സിയും കെയും ആണ്. ഇത് രണ്ടും നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷനിൽ നിന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. സോൾവ് x into dou u by dou x minus 2y into dou u by dou y equal to 0 using method of separation of variables. Method of separation of variables. ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടില്ലെങ്കിൽ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. കോൺസ്റ്റൻസ് അതുപോലെ നിർത്തിയാൽ മതി. ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, കോൺസ്റ്റൻസും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ u of xy equal to x of x into y of y എഴുതാം. u of xy assume u of xy equal to x of x into y of y ആണ്. Capital X എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x ഓൺലി, ക്യാപിറ്റൽ Y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് y ഓൺലി. അപ്പൊ അതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ് u എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ u of xy equal to x of x into y of y ആണ് എന്നുള്ളത് അസ്യൂം ചെയ്യാം. ഓക്കെ, എന്നിട്ട് ux കണ്ടുപിടിക്കാം. അപ്പൊ ux എന്താ വരിക? ux is equal to x dash of x into y. ഓക്കെ, uy എന്താ വരിക? uy equal to x into y dash of y. y dash of ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ x into x dash of x into y minus 2y into x into y dash of y minus equal to 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു വൈ നമ്മുടെ എക്സ് ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 2y ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഡാഷ് ഓഫ് വൈ. ഓക്കെ, ഈ എക്സ് താഴേക്ക് കൊണ്ടുവരിക. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 2y ഇൻറ്റു വൈ ഡാഷ് ഓഫ് വൈ ബൈ വൈ, ക്യാപിറ്റൽ വൈ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടിയ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് ഇത് ഈക്വൽ ടു കെ ആണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് ഈക്വൽ ടു കെ. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു കെ ആൻഡ് y ഇൻറ്റു 2y ഇൻറ്റു വൈ ഡാഷ് ഓഫ് വൈ ബൈ വൈ ഈക്വൽ ടു കെ. ഒരിക്കലും ഈ y ക്യാൻസൽ ചെയ്ത്, ഇത് സ്മോൾ ലെറ്റർ y ആണ്, ഇത് ക്യാപിറ്റൽ ലെറ്റർ y ആണ്. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് ഫംഗ്ഷൻ ആണ്, ഇതൊരു ഫംഗ്ഷൻ ആണ്, ഇതൊരു വേരിയബിൾ ആണ്. അതാണ് വ്യത്യാസം. ഒരിക്കലും ഇവിടെ y ഉണ്ട് ഇവിടെ y ഉണ്ട് എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യരുത്. ഓക്കെ, അപ്പോ ക്യാപിറ്റൽ y ആയിട്ട് തന്നെ എഴുതണം, സ്മോൾ ലെറ്റർ y ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ, ഇനി ആദ്യത്തെ എടുക്കുക. എക്സ് ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു, ഇവിടെ ഇത് ക്യാപിറ്റൽ എക്സ് ആണ്. എക്സ് ഇൻറ്റു എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ ക്യാപിറ്റൽ എക്സ്, ഇത് സ്മോൾ ലെറ്റർ എക്സ് ആണ്. ആണോ, മാറിപ്പോയ എല്ലാം പാടും. ഇത് ക്യാപിറ്റൽ എക്സ് ആണ്, ഇത് സ്മോൾ എക്സ് ആണ്. ഈക്വൽ ടു കെ ആൻഡ് 2y ഇൻറ്റു വൈ ഡാഷ് ഓഫ് വൈ ഡിവൈഡഡ് ബൈ വൈ, ക്യാപിറ്റൽ വൈ ആണ്, ക്യാപിറ്റൽ വൈ ഈക്വൽ ടു കെ. ഓക്കെ, അപ്പൊ ഇതിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പൊ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു കെ ബൈ സ്മോൾ എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ആൻഡ്
capital Y dash of y by capital Y equal to k by 2y. Okay. ഇനി ഇന്റഗ്രേഷൻ ആണ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ എക്സ് ഡാഷ് ഓഫ് എക്സ് ബൈ ക്യാപിറ്റൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ കെ ബൈ എക്സ് ഡി എക്സ് ആൻഡ് ഇന്റഗ്രൽ ക്യാപിറ്റൽ വൈ ഡാഷ് ഓഫ് വൈ ബൈ വൈ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. വൈ ഇനിയിപ്പോ എക്സും വൈയും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എക്സിന് വരെ എം എന്ന് കൊടുക്കുക, അപ്പൊ ആ പ്രശ്നമൊക്കെ മാറി കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് ക്യാപിറ്റൽ എക്സും സ്മോൾ എക്സും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ എക്സിന് പകരം ക്യാപിറ്റൽ എം യൂസ് ചെയ്യുക, ക്യാപിറ്റൽ വൈക്ക് പകരം ക്യാപിറ്റൽ എൻ യൂസ് ചെയ്യുക. അപ്പൊ എം ഓഫ് എക്സും എൻ ഓഫ് വൈ ആയിട്ട് മാറും. അപ്പൊ ആ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇന്റഗ്രൽ കെ ബൈ 2y dy, കെ ബൈ 2y dy. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ക്യാപിറ്റൽ വൈയും സ്മോൾ ലെറ്റർ വൈയും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ വൈക്ക് പകരം വേറെ ഏതെങ്കിലും കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ യുവിനെ എങ്ങനെ എഴുതണം, യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ എന്ന് എഴുതണതിന് പകരം നമ്മൾ എന്ത് എഴുതണം, എം ഓഫ് എക്സ് ഇൻറ്റു എൻ ഓഫ് വൈ എന്ന് എഴുതണം. എം ഓഫ് എക്സ് ഇൻറ്റു എൻ ഓഫ് വൈ, എം ഓഫ് എക്സ് ഇൻറ്റു എൻ ഓഫ് വൈ. ഇതെന്ത് വരും, ഇത് ലോഗ് വൈ വരും, ലോഗ് വൈ അല്ലെ. വൈ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക, ലോഗ് വൈ. ലോഗ് വൈ ഈക്വൽ ടു കെ ഔട്ട് സൈഡ് എടുക്കുക, അപ്പൊ 1/2y, അപ്പൊ ലോഗ് ഓഫ് 2y അല്ലെങ്കിൽ കെ ബൈ 2 ലോഗ് വൈ, അങ്ങനെ എഴുതാം. കെ ബൈ 2 ലോഗ് വൈ പ്ലസ് ലോഗ് c1. ഓക്കെ, ആൻഡ് എക്സ് ചെയ്യാൻ പറ്റുമോ അല്ലേ. ഓക്കെ, എക്സും കൂടെ ചെയ്യാം. അപ്പൊ ലോഗ് ഓഫ് എക്സ് ഈക്വൽ ടു കെ ലോഗ് എക്സ് പ്ലസ് ലോഗ് c2. ഓക്കെ, സിമ്പിൾ പ്രോബ്ലംസ് ആണ് ഇത്. പൊതുവെ കമ്പാരിറ്റീവ്ലി ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ്. ക്വസ്റ്റ്യനിൽ പറയും ഏത് മെത്തേഡ് ആണ് എന്നുള്ളത്, അപ്പൊ ആ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്താൽ മതി. ഓക്കെ, ലോഗ് എക്സ് ഇനി ലോഗ് വൈ മൈനസ് ലോഗ് c1 ഈക്വൽ ടു കെ ബൈ 2 ലോഗ് വൈ. ഓക്കെ, അപ്പോ ഈ ഇതിനെങ്ങനെ എഴുതാം, ലോഗ് ഓഫ് y ബൈ c1 ഈക്വൽ ടു കെ ബൈ 2 ലോഗ് വൈ. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു എന്ത് വരും, c1 e റൈസ് ടു k ബൈ 2 ലോഗ് വൈ. ഓക്കെ, k ബൈ 2 ലോഗ്. അതുപോലെ എക്സ് ചെയ്യാം. എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് ചെയ്യുമ്പോൾ ലോഗ് എക്സ് ബൈ എക്സ് മൈനസ് ലോഗ് c1 c2 ഈക്വൽ ടു കെ ലോഗ് എക്സ്. അപ്പോ ഈ എക്സ് ഇത് ലോഗ് എക്സ് ബൈ c2 ഈക്വൽ ടു ഇ റൈസ് ടു കെ ലോഗ് എക്സ്, അല്ല വെറും കെ ലോഗ് എക്സ്. ഈ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു c2 ഇൻറ്റു ഇ റൈസ് ടു കെ ലോഗ് എക്സ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനിങ്ങനെ എഴുതാം, ഇപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടി. വൈ എന്താ കിട്ടിയത്, വൈ ഈക്വൽ ടു c1 ഇ റൈസ് ടു കെ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു കെ ബൈ 2 ലോഗ് വൈ ആണ്. ഇ റൈസ് ടു കെ ബൈ 2 ലോഗ് വൈ. ഇ റൈസ് ടു കെ ബൈ 2 ലോഗ് വൈനെ നമുക്ക് ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് എ ആണ്. ലോഗ് എ റൈസ് ടു ബി എന്ന് പറഞ്ഞാൽ ബി ലോഗ് ആണ്. അപ്പൊ ഈ ബി ലോഗ് എനെ നമുക്ക് എങ്ങനെ എഴുതാം,
log a raised to b എന്ന് എഴുതാം. അപ്പൊ ഈ c1 e raised to log y raised to k by 2 എന്ന് എഴുതാം. y raised to k by 2. k by 2 log y നെ നമുക്ക് log y raised to k by 2 എന്ന് എഴുതാം. അതുപോലെ x is equal to c2 e raised to log x raised to k എന്ന് എഴുതാം. x raised to k. b log a എന്ന് പറഞ്ഞാൽ log a raised to b ആണല്ലോ. അപ്പൊ k log x നെ നമുക്ക് log x raised to k എന്ന് എഴുതാം. ഓക്കെ, ഇത് യൂസ് ചെയ്യാം. അപ്പോ log e raised to log y raised to k by 2 എന്ന് പറഞ്ഞാൽ എന്താ? y equal to c1 into y raised to k by 2. log e raised to log m എന്ന് പറഞ്ഞാൽ m ആണ്. അപ്പോൾ e raised to log y raised to k by 2 എന്ന് പറഞ്ഞാൽ y raised to k by 2. and x എന്ത് വരും? x is equal to c2 e raised to log x raised to k. c2 x raised to c2 x raised to k. ഓക്കെ, ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയി. ആൻസർ ഈസ് ഈക്വൽ ടു u ഈക്വൽ ടു എന്താ? u ഈക്വൽ ടു u of x y equal to x of x into y of y. ഓക്കെ, അപ്പൊ x എന്താ കിട്ടിയത്? x c2 x raised to k, c2 x raised to k. y എന്താ കിട്ടിയത്? c1 y raised to k by 2, c1 y raised to k by 2. c2 into c1 ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അതിനെ c എന്ന് വിളിക്കുക. അപ്പൊ c x raised to k y raised to k. അതാണ് സൊല്യൂഷൻ. ഇനി ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സിയും കെയും കിട്ടും. സിയും കെയും നമുക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ്. അതായത് ഇതിന്റെ ബേസിക് ഐഡിയ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ, വൺ ഈസ് എക്സ് അലോൺ, വൺ ഈസ് വൈ അലോൺ. എക്സ് മാത്രമുള്ള ഒരു ഫംഗ്ഷൻ, വൈ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ, അതിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ന് വിചാരിക്കുക. എന്നിട്ട് യു എക്സും യു വൈയും കണ്ടുപിടിക്കുക. യു എക്സും യു വൈയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് എക്സും കണ്ടുപിടിക്കുക. അതായത് ഈ എക്സ് മാത്രമുള്ള ഫംഗ്ഷൻ ഏതാന്ന് കണ്ടുപിടിക്കുക, വൈ മാത്രമുള്ള ഫംഗ്ഷൻ ഏതാന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എക്സ് മാത്രമുള്ള ഫംഗ്ഷൻ ഏതാണ്? c2 x raised to k ആണ്. വൈ മാത്രമുള്ള ഫംഗ്ഷൻ ഏതാണ്? ഇവിടെ c1 y raised to k by 2 ആണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടിന്റെയും പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ബേസിക് ഐഡിയ അതാണ്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് മാത്രമുള്ള ഒരു ഫംഗ്ഷൻ, വൈ മാത്രമുള്ള ഫംഗ്ഷൻ ആണ് സൊല്യൂഷൻ എന്ന് വിചാരിക്കുക. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന PDE സോൾവ് ചെയ്യുക. ഓക്കെ, ഇത് ഉറപ്പായിട്ടും ചോദിക്കണ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ മോഡ്യൂൾ 1. ഈ ക്വസ്റ്റ്യനോടെ മോഡ്യൂൾ 1 അവസാനിച്ചു. നമ്മൾ നാളെയും കൂടെ, അടുത്ത ക്ലാസ്സിലും കൂടെ നമുക്ക് മോഡ്യൂൾ 1 കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യാം. നിങ്ങൾക്കൊരു റിവൈസ് ചെയ്യാം. അതിനുശേഷം ക്വസ്റ്റ്യൻ ബാങ്ക് ഷെയർ ചെയ്യാം. അതിലെല്ലാ പ്രോബ്ലംസും നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഓക്കെ, താങ്ക് യു.